നോമ്പുകാലം ദൈവവചനം കേട്ടുണർന്നിടാം. തിന്മ വെടിയ നന്മ നിറയും മനമുയർത്തിടാം. നോമ്പുകാലം ദൈവവചനം കേട്ടുണർന്നിടാം. തിന്മ വെടിയ നന്മ നിറയും മനമുയർത്തിടാം. അനുതാപമോടെ വരുവിൻ, കൃപയാൽ നിറഞ്ഞിടുവിൻ. ജീവനായകമാം സുവിശേഷം നിൻ ജീവനിലേക്കു പകർത്താം. ദൈവരാജ്യം ഭൂവിലുയർത്താൻ സ്നേഹമോടണയാൻ വൈകിടാതെ യേശു നൽകും രക്ഷ നേടിടാം. ദൈവരാജ്യം ഭൂമിയിലുയർത്താൻ സ്നേഹമോടണയാൻ വൈകിടാതെ യേശു നൽകും രക്ഷ നേടിടാം. ഉപവാസമോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഒന്നു ചേർന്നിടാം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മീയ ജീവിതത്തിൽ ഉപവാസത്തിനും പരിത്യാഗ പ്രവൃത്തികൾക്കും നോമ്പ് പോലുള്ള ഒരുക്കത്തിൻ്റെ കാലഘട്ടങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഇതൊരു ആത്മീയ വിശ്രമത്തിൻ്റെ കാലമാണ്, ഇതൊരു സൗഖ്യപ്പെടലിൻ്റെ കാലമാണ്. ഉപവാസവും നോമ്പുമൊക്കെ എങ്ങനെയാണ് ഒരു വിശ്രമമായി മാറുന്നത്? യഥാർത്ഥത്തിൽ വിശ്രമം എന്നതിൻ്റെ അർത്ഥം എന്ത് എന്ന് ചിന്തിച്ചാൽ നമുക്കിതിൻ്റെ ആഴം മനസ്സിലാകും. ഈശോ പറയുന്നുണ്ട്, ഉപവാസത്തെക്കുറിച്ച് അവൻ പറയുമ്പോൾ മലയിലെ പ്രസംഗത്തിൽ, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 16, 17, 18 വാക്യങ്ങളിൽ, നിങ്ങൾ ഉപവസിക്കുമ്പോൾ നിങ്ങളുടെ മുഖം വികൃതമാക്കരുത്, നിങ്ങളുടെ മുഖത്ത് സന്തോഷമില്ലാതിരിക്കരുത്. എന്നിട്ട് ഈശോ പറയും, നിങ്ങൾ സുഗന്ധം പൂശിയും മുടി ചീകിയും പ്രസാദത്തോടു കൂടി നടക്കുക. അപ്പോൾ ഉപവാസം എന്നത് മാറ്റിവെക്കേണ്ട ഒന്നോ ഭയപ്പെടേണ്ട ഒന്നോ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നടന്നു തീർക്കേണ്ട വഴികളോ അല്ല. ഇതൊരു സന്തോഷത്തിൻ്റെയും നന്മയുടെയും വളർച്ചയുടെയും ക്രിയാത്മകതയുടെയും കാലമാണ് എന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. ഇത് ഈ വിശ്രമം എന്ന രീതിയിൽ വേണം ഇതിനെ കാണാനായിട്ട്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമാകും. ഏതെങ്കിലും തരത്തിൽ രോഗിയായ ഒരാൾ ആശുപത്രിയിൽ അല്ലെങ്കിൽ വീട്ടിൽ വിശ്രമിക്കുന്നു, വാക്ക് ഓർക്കുക, വിശ്രമിക്കുന്നു. അപ്പോൾ നല്ല ഭക്ഷണം, മരുന്ന്, സ്നേഹം, പരിചരണം ഇതെല്ലാം ഉണ്ട്. എന്തിനാണ് ഈ പരിചരണം കൊടുക്കുന്നത്? എന്തിനാണ് നല്ല ഭക്ഷണവും മറ്റ് ഔഷധങ്ങളും ചികിത്സകളുമൊക്കെ കൊടുക്കുന്നത്? നഷ്ടമായ ആരോഗ്യം തിരിച്ചെടുക്കുക. ശരീരത്തിൻ്റെ ആരോഗ്യം നഷ്ടമായി ഈ സാഹചര്യങ്ങളിലൂടെ, ഈ അന്തരീക്ഷത്തിലൂടെ ഈ വ്യക്തിക്ക് നഷ്ടമായ ആരോഗ്യം തിരിച്ചെടുക്കുക. ആത്മീയതയുടെ തലത്തിൽ ചിന്തിക്കുമ്പോൾ നോമ്പുകാലം ഇത്തരമൊരു സൗഖ്യപ്പെടലിൻ്റെ കാലമാണ്. നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഒരുപാട് തരം തിന്മയുടെ സാഹചര്യങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. മിക്കവാറുമൊക്കെ ഉപ്പുകടലാസ് എന്നതുപോലെ ചുറ്റുപാടുമുള്ള തിന്മയുടെ വികിരണങ്ങളൊക്കെ നമ്മിലേക്കാണ് വരുന്നത്. അതിൻ്റെ ഫലമായി ആദിമവിശുദ്ധിയും ദൈവത്തോടുള്ള പ്രതിബദ്ധതയും അല്ലെങ്കിൽ വചനത്തോട് ചേർന്ന് നിൽക്കാനുള്ള ആഗ്രഹവുമൊക്കെ ക്രമേണ നഷ്ടമാകും. അങ്ങനെയാണ് ഒരു ആത്മീയ മനുഷ്യൻ ക്ഷയിച്ചു തുടങ്ങുന്നത്. നമുക്ക് തന്നെ സ്വയം പരിശോധന നടത്തിയാൽ അറിയാം, നല്ലൊരു കുമ്പസാരം അല്ലെങ്കിൽ കുദാശയുടെ സാഹചര്യം ഒക്കെ സ്വീകരിച്ച് വളരെ സന്തോഷത്തോടെ ആത്മീയമായ നിറവോടുകൂടി ജീവിതത്തിലേക്ക് ഇറങ്ങുന്നു, ജോലി സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങുന്നു, വീട്ടിലേക്ക് തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ സാധാരണ പോലെ ജീവിച്ചു തുടങ്ങുന്നു, ഒരു നല്ല ധ്യാനത്തിൽ കൂടിയിട്ട് തിരിച്ചു വരുന്നു. എത്ര നാൾ ഈ ഒരു കൃപയും ഈ ഒരു ചൈതന്യവും നമ്മിൽ ജീവസുറ്റതായി നിലനിൽക്കും? കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ഇടപെടുന്ന സാഹചര്യങ്ങൾ, നമ്മൾ വായിക്കുന്ന കാര്യങ്ങൾ, നാം കാണുന്ന കാര്യങ്ങൾ, ഇവയെല്ലാം നമ്മുടെ മനസ്സിൻ്റെ ആ നൈർമല്യത്തെയും ആത്മീയതയുടെ വളർച്ചയെയും പതുക്കെ പതുക്കെ കെടുത്തു തുടങ്ങും. ഇങ്ങനെയാണ് മനുഷ്യൻ ദൈവികമായ ഭാവത്തിൽ നിന്ന് മനുഷ്യൻ്റെ പരിമിതി എന്ന താഴ്ചയിലേക്ക് നിപതിക്കുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഒരു വിശ്രമം, നോമ്പിൻ്റെ വിശ്രമം നമുക്ക് ആവശ്യമുള്ളത്.
ഇത് ചില കാര്യങ്ങളിൽ ത്യാഗം സഹിച്ചും ചില പരിത്യാഗ പ്രവർത്തികൾ ചെയ്തും ചില സമയങ്ങളിൽ ഉപവാസം എടുത്തും ഇഷ്ടപ്പെട്ട ചില ഭക്ഷണ സാധനങ്ങൾ വർജിച്ചുമൊക്കെയായിട്ടാണ്. പഴയ നിയമത്തിൽ നാം കാണുന്ന മനോഹരമായൊരു ഉദാഹരണമുണ്ട്. നെഹമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 8-9 അധ്യായങ്ങളിൽ പാപം ചെയ്ത അന്യജനതകളോട് ചേർന്ന് ദൈവവുമായിട്ടുള്ള വിശ്വസ്തതയിൽ നിന്ന് വീഴ്ച വരുത്തി ഇസ്രായേൽ ജനം തിരിച്ചു വരാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോഴാണ് നേതാക്കന്മാരായ എസ്രയും നെഹമ്യായും അവരെ ദൈവത്തിൻ്റെ നിയമത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്. അവരെ ഒരുമിച്ച് ചേർത്ത് ഇരുത്തിയിട്ട് നിയമം വായിക്കുന്നു. 9-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: നിയമം വായിച്ചു കേട്ട് കഴിയുമ്പോൾ ദൈവം പറയുന്ന വാക്കുകൾ അവർ ശ്രവിക്കുമ്പോൾ അവർ കരയും, അവർ ഉപവസിക്കും, അവർ അന്യജനതകളിൽ നിന്ന് വേർതിരിഞ്ഞ് എഴുന്നേറ്റ് നിൽക്കും. ഇവിടെ ഉപവാസം എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തോട്, യഹോവയോടുള്ള വിശ്വസ്തത ഭഞ്ജിച്ചു കഴിഞ്ഞു. ദൈവത്തോടുള്ള സ്നേഹത്തിൽ നകന്നുപോയി മലിനപ്പെട്ട ഒരു ജനമാണ്. ഇനി അവർക്ക് ദൈവസാന്നിധ്യത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ നഷ്ടമായ ആത്മീയ ആരോഗ്യം വീണ്ടെടുക്കണം. യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ 2-3 അധ്യായങ്ങളിൽ നിനവേയിലെ പ്രവാചകന്റെ പ്രസംഗത്തെ ഓർക്കുക. പാപത്തിൽ വീണുകിടന്നിരുന്ന മലിനപ്പെട്ട ഒരു ജനത, അവരുടെ ഇടയിലേക്ക് ദൈവം പ്രവാചകനെ അയക്കുന്നു. പ്രവചിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്: നിങ്ങൾ ഈ നഗരം നശിക്കാൻ പോകുന്നു. പാപത്തിൻ്റെ ഭാരനിമിത്തമാണ്, തിന്മയുടെ ആധിക്യ നിമിത്തമാണ്. അപ്പോൾ ആ ജനം ചെയ്യുന്നത്, രാജാവിൻ്റെ നേതൃത്വത്തിൽ ജനം മുഴുവൻ മൃഗങ്ങൾ സഹിതം എന്നൊക്കെയാണ് നമ്മൾ വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സമ്പൂർണമായ പരിത്യാഗത്തിൻ്റെയും ഉപവാസത്തിൻ്റെയും അനുതാപത്തിൻ്റെയും വെളിപ്പെടുത്തലാണ്. അവർ ഉപവസിക്കുന്നു, അവർ ചാക്കൊടുക്കുന്നു, ചാരം പൂശുന്നു, പരിത്യാഗത്തിൻ്റെ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദൈവം അവരോട് കരുണ കാണിക്കുന്നു. കരുണയുടെ വസന്തം പിന്നെ അവരുടെ മേൽ വെളിപ്പെടുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓർമ്മിക്കണം, നമ്മളെല്ലാവരും നമ്മുടെ അനുദിന ജീവിതത്തിലെ ഒരുപാട് സാഹചര്യങ്ങളുടെ സ്വാധീനത്തിൻ്റെ ഫലമായി തിന്മയിലേക്ക് ചായ്ച്ചിലുകളുള്ളവരാണ്. പലതരത്തിൽ വിദ്വേഷമുണ്ട്, അസൂയയുണ്ട്, തിന്മയുണ്ട്, ആസക്തികളോടുള്ള അഭിനിവേശമുണ്ട്, സ്വയം നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരുപാട് സാഹചര്യങ്ങളുണ്ട്, ദുർബലരാണ്. അതാണ് പ്രധാനപ്പെട്ട ചിന്ത. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പരിശോധിക്കുമ്പോൾ എത്രയോ വട്ടം ആലോചിച്ചിട്ടുണ്ട്, ഇങ്ങനെ പെരുമാറണ്ടായിരുന്നു, ഇങ്ങനെ സംസാരിക്കണ്ടായിരുന്നു, അല്പം കൂടി നന്നായി, അല്പം കൂടി പ്രാർത്ഥനാപൂർവം, അല്പം കൂടി ആത്മീയമായ വെളിച്ചത്തിൽ നടക്കേണ്ടതായിരുന്നു. പൗലോസ്ലീഹ പോലും പറയുന്നുണ്ട്, റോമാലേഖനം 7-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങളിൽ, ഞാൻ ദുർഭകനായ മനുഷ്യനാണ്. കാരണം എന്താണ്? ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കാത്ത തിന്മയാണ് എൻ്റെ ജീവിതത്തിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ പുറത്തേക്ക് വരുന്നത്. ഇത് സകല മനുഷ്യരുടെയും ജീവിതത്തിൻ്റെ അനുഭവമാണ്. അതുകൊണ്ട് ഈ നോമ്പുകാലം ഇത്തരമൊരു ഒരുക്കത്തിൻ്റെയും വിശ്രമത്തിൻ്റെയും കാലമാകണം. നമുക്ക് കുറവുകളുണ്ട്, അംഗീകരിക്കാൻ എന്തിനാണ് മടിക്കുന്നത്? നമുക്ക് ബലഹീനതകളുണ്ട്, തിരുത്തണമെന്ന് മറ്റുള്ളവരും നാം തന്നെയും ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രാവശ്യം സംസാരിച്ചിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇത് സൗഖ്യം ആവശ്യമുള്ള ആത്മീയ ജീവൻ്റെ ഭാവങ്ങളാണ്. അതുകൊണ്ട് ഈ നോമ്പുകാലത്തെ അത്തരമൊരു സൗഖ്യപ്പെടലിൻ്റെ കാലമായിട്ടെടുക്കുക. അല്പസമയം നിശബ്ദമായിട്ടിരിക്കാനും പ്രാർത്ഥിക്കാനും ചില പരിത്യാഗ പ്രവർത്തികളൊക്കെ ചെയ്യാനും, അങ്ങനെ ജീവിതത്തിൻ്റെ കുറവുകളെ ഒക്കെ ഒന്ന് കണ്ട് തിരുത്തേണ്ട വഴികളെ ഒന്ന് വിലയിരുത്തി അല്പം കൂടി ദൈവത്തിന് ചേരുന്ന മനുഷ്യരായി ജീവിക്കാനായിട്ട് ഈ നോമ്പിൻ്റെ വിശ്രമകാലത്തിലേക്ക് നാം പ്രവേശിക്കണം. ഇത് വിശ്രമകാലം എന്ന് പറയുമ്പോൾ ഇതിന് അല്പം കൂടി ആഴമുള്ള ഒരു ദൈവശാസ്ത്ര വിശദീകരണം വേണമെങ്കിൽ കണ്ടെത്താം. നോമ്പുകാലം ആരംഭിക്കുന്ന ഞായറാഴ്ചത്തെ സുവിശേഷ വായന നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ ഈശോ മരുഭൂമിയിൽ ഉപവസിക്കുന്നതും പിന്നീട് പ്രലോഭനങ്ങളുടെ മുൻപിൽ എതിരിടുന്നതുമാണ്. 40 ദിവസങ്ങളിലെ നീണ്ട ഉപവാസത്തോടൊപ്പം എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹത്തിൽ ആയിരിക്കുന്ന മരുഭൂമിയുടെ അനുഭവത്തിനു ശേഷം അവൻ പ്രലോഭനങ്ങളുടെ മുൻപിൽ നിൽക്കുകയാണ്. ഈ നോമ്പുകാലം യഥാർത്ഥത്തിൽ ഇതുപോലെ പ്രലോഭനങ്ങളുടെ മുൻപിൽ നിൽക്കാനുള്ള ഒരു കാലമാണ്. നമുക്കറിയാം, ഒരുപാട് പ്രലോഭന സാഹചര്യങ്ങൾ എല്ലാ മനുഷ്യരുടെയും ജീവിതങ്ങളിലുണ്ട്. പണ്ടൊക്കെ അത് വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴായിരുന്നു, പ്രലോഭന സാഹചര്യങ്ങളിലേക്ക് പോകുമ്പോഴായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലായിടത്തും വീടിൻ്റെ ഉൾമുറിയിലായിരിക്കുമ്പോൾ നാം ആയിരിക്കുന്ന സാധാരണ സാഹചര്യങ്ങളിൽ പോലും ഒരുപാട് പ്രലോഭനങ്ങളുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ തിന്മയും നന്മയും തമ്മിലുള്ള യുദ്ധത്തിൽ നന്മയോട് ചേർന്ന് നിൽക്കാൻ, ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് നാം പരിശ്രമിക്കുന്ന ഒരു കാലമാണ് നോമ്പ്. ഇത് വലിയ ഒരു യുദ്ധത്തിൻ്റെ കാര്യമാണ്.
ഡോസ്റ്റോയെവ്സ്കി എന്ന ലോകപ്രശസ്ത എഴുത്തുകാരൻ പറയാറുണ്ട്. അദ്ദേഹത്തിൻ്റെ കാരമസോവ് ബ്രദേഴ്സ് എന്ന നോവലിൽ അദ്ദേഹം കുറിക്കുന്നത് ഇങ്ങനെയാണ്: ഈ ലോകത്തിലെ ഏറ്റവും വലിയ പോരാട്ട സ്ഥലം, യുദ്ധസ്ഥലം എന്നത് ഒരു മനുഷ്യൻ്റെ ഹൃദയമാണ്. ഇവിടെ യുദ്ധം നടക്കുന്നത് തിന്മയും നന്മയും തമ്മിലാണ്. കേൾക്കുമ്പോൾ അതൊരാശയമായി തോന്നിയാലും നമുക്കറിയാം എത്ര സത്യസന്ധമായ ഒരു നിരീക്ഷണമാണത്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധസ്ഥലം മനുഷ്യൻ്റെ ഹൃദയമാണ്. നന്മയും തിന്മയും തമ്മിൽ പോരാട്ടം നടക്കുന്ന ഇടം. ഈ പോരാട്ടത്തിനൊടുവിലാണ് വലിയ തിന്മയോ നന്മയോ ഒക്കെ ഈ ലോകത്തിൽ സംഭവിക്കുന്നത്. ഈ നോമ്പുകാലം ഓർമ്മിപ്പിക്കുന്ന മനോഹരമായ സംഗതി ഇതാണ്: ഏത് പ്രലോഭനങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോഴും, ഏത് പ്രതിസന്ധിയുടെ മുൻപിൽ നിൽക്കുമ്പോഴും രണ്ടു കാര്യങ്ങൾ വെളിപ്പെട്ട് കിട്ടും. ഒന്നാമത്തേത് ദൈവം നിനക്ക് ആരാണ് എന്നതും, രണ്ടാമത്തേത് നീ ഇപ്പോൾ ആരാണ് എന്നതും. എല്ലാ പ്രലോഭനങ്ങളുടെ മുൻപിലും ഈ രണ്ടു കാര്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുന്നുണ്ട്. ഈ നോമ്പുകാലത്ത് സത്യസന്ധമായ ഒരു ആത്മപരിശോധനയിലേക്ക് നാം കടന്നു പോകണം. ദൈവസ്നേഹത്തിന് മുൻപിൽ നിൽക്കാനും പ്രലോഭനങ്ങളുടെ മുൻപിൽ നിൽക്കാനുമൊക്കെയുള്ള ഒരു സത്യസന്ധതയും അതിനു വേണ്ട ഒരു ധൈര്യവും നാം തേടണം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും സാഹചര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കേണ്ടി വരുമ്പോൾ നാം ഏതു പക്ഷത്താണ് നിൽക്കുന്നത്? ഈ ഒരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരം നാം യഥാർത്ഥത്തിൽ ആരാണ് എന്നും ദൈവം നമുക്ക് ആരാണ് എന്നും വെളിപ്പെടുത്തി തരും. രണ്ട് ഉദാഹരണങ്ങൾ നമുക്കൊന്ന് കണ്ടുപോകാം. ഒന്നാമത്തേത് പത്രോസാണ്. ഈശോ വിചാരണയ്ക്ക് വിധേയനാകുന്ന സമയത്ത് പത്രോസ് അതിന് പുറത്ത് പടയാളികളുടെ ഒപ്പം തീ കാഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു പടയാളി വന്നിട്ട് ചോദിക്കുന്നു, നീ അവൻ്റെ ശിഷ്യനല്ലേ? അവൻ പറയും, ഞാൻ അല്ല. വേലക്കാരി വന്നിട്ട് ചോദിക്കും, നീ അവൻ്റെ ശിഷ്യനല്ലേ? അവൻ പറയും, ഞാൻ അവനെ അറിയുക പോലുമില്ല. അപ്പോൾ ഈ ഒരു ഉത്തരം പറയുന്നതിന് മുൻപ് അവൻ്റെ ഉള്ളൊരു പടക്കളമാകുന്നുണ്ട്. അവനറിയാം താൻ യേശുവിൻ്റെ ശിഷ്യനാണ് എന്ന് പറഞ്ഞാൽ പീഡാസഹനത്തിലേക്ക്, വിചാരണയിലേക്ക് താൻ കടന്നു പോകേണ്ടി വരും. അതുകൊണ്ട് പത്രോസ് ആരാണെന്ന് വെളിപ്പെടുത്താൻ ദുർബലനാണ്, അവൻ ബലഹീനനാണ്, ദൈവത്തിന് വേണ്ടി തീരുമാനമെടുക്കാനായിട്ട് പറ്റാത്ത ഒരാളാണ്. പ്രലോഭനത്തിന് മുൻപിൽ അവൻ സ്വയം വെളിപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ ഉദാഹരണം ക്രിയാത്മകമായ ഒരു ഉദാഹരണമാണ്. 16-ാം നൂറ്റാണ്ടിൽ സഹാറ മരുഭൂമിയിൽ താമസ ജീവിതം നയിച്ചിരുന്ന ചാൾസ് ദെ ഫുക്കെ എന്ന വിശുദ്ധൻ പറയുന്ന വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. അദ്ദേഹം പറയും, ഞാൻ ഈ മരുഭൂമിയിലേക്ക് താമസ ജീവിതത്തിന് വരാനായിട്ടുള്ള കാരണം എന്താണ്? ഒറ്റ കാരണമേ ഉള്ളൂ. ദൈവം ആരാണ് എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ദൈവത്തിന് വേണ്ടി ജീവിക്കാതിരിക്കാൻ പറ്റില്ല. എല്ലാ സുഖസൗകര്യങ്ങളും മറ്റ് സാധ്യതകളും തെളിഞ്ഞു നിൽക്കുന്ന ഒരു കാലത്ത് നിന്ന് അദ്ദേഹം സഹാറ മരുഭൂമിയുടെ കാഠിന്യത്തിലേക്കും പ്രലോഭനങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, ഞാൻ എന്തിനാണ് ഈ മരുഭൂമിയുടെ ചൂടിൽ നിൽക്കുന്നത്? കാരണം ദൈവം ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, ദൈവം യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിൽ ആരാണ് എന്ന് എനിക്ക് വെളിപ്പെട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ദൈവത്തിന് വേണ്ടി ജീവിക്കാതിരിക്കാനായിട്ട് പറ്റില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു മനോഭാവം നമ്മുടെ മുൻപിൽ തെളിഞ്ഞു നിൽക്കട്ടെ. പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നു, പ്രതിസന്ധികൾ ഉണ്ടാകുന്നു, ചില കാര്യങ്ങളിൽ മാറ്റണം, അല്പം കൂടി നവീകരിക്കണം എന്ന് നമുക്ക് തന്നെ അറിയാം. അവയുടെയൊക്കെ മുൻപിൽ നിൽക്കുമ്പോൾ ദൈവം എൻ്റെ ജീവിതത്തിൽ ആരാണ് എന്ന് തിരിച്ചറിയാം. അതോടൊപ്പം ദൈവത്തിന് മുൻപിൽ ഞാൻ ആരാണ് എന്നൊരു ആത്മപരിശോധന നോക്കാം. അങ്ങനെ ഈ നോമ്പുകാലത്ത് ആത്മപരിശോധനയിലൂടെയും ഒരുക്കത്തിലൂടെയും ദൈവത്തിന് കൂടുതൽ പ്രിയപ്പെട്ട മക്കളായിട്ട് തീരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നോമ്പുകാലം ദൈവവചനം കേട്ടുണർന്നിടാ, തിന്മ വെടിയ നന്മ നിറയും മനമുയർത്തിടാ. അനുതാപമോടെ വരുവിൻ, കൃപയാൽ നിറഞ്ഞിടുവിൻ. ജീവനായകമാം സുവിശേഷം നിൻ ജീവനിലേക്കു പകർന്നു